ഹായ്, ഞാൻ ഡോക്ടർ പ്രസാദ്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മർമ്മങ്ങളിൽ ഒന്നായിട്ടാണ് ഹൃദയത്തെ കണക്കാക്കുന്നത്. നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അഥവാ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ പല സിംറ്റംസും നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇത്തരം സിംറ്റംസ് തിരിച്ചറിയാൻ സാധിച്ചാൽ ഉടനെ തന്നെ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും അതിനനുസരിച്ച് ഹൃദയത്തെ സംരക്ഷിക്കാനും പറ്റും. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാറില്ല. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പൊതുവെ കാണാറുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ മലർന്നു കിടക്കുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ കയറ്റം കയറുക, സ്റ്റെപ്പ് കയറുക, ആയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ശ്വാസം മുട്ട് അനുഭവപ്പെടും. ഇങ്ങനെ ശ്വാസം മുട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയാരോഗ്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തേത് നമുക്ക് നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുന്നതായിട്ട് അനുഭവപ്പെടും. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ ഹൃദയം പട്ടപട്ട എന്ന് ഇടിക്കുന്നത് പോലെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തേത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചുവേദന പലപ്പോഴും ഗ്യാസ് ട്രബിളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ആളുകൾ. നെഞ്ചുവേദനയ്ക്കൊപ്പം പ്രത്യേകിച്ച് കൈകളിലേക്ക് കടഞ്ഞിറങ്ങുന്നത് പോലെയുള്ള വേദന ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹൃദയത്തിൻ്റെ ഒരു പരിശോധന നടത്തേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥ, പ്രത്യേകിച്ച് കാലുകളിൽ നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത് പലപ്പോഴും സീരിയസ് ആയ അസുഖങ്ങൾ പ്രാരംഭ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എവിടെയും നീർക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രമേഹമുള്ള ആളുകൾക്ക് പല ലക്ഷണങ്ങളും പുറമേക്ക് കാണാൻ പാകത്തിനുണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ വളരെ മൈൽഡായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾ എപ്പോഴും റെഗുലർ ഇൻ്റർവെൽസ് ഹൃദയത്തിൻ്റെ ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.